ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സീസണൊക്കെ ഇങ്ങ് എത്തിയല്ലേ. അപ്പൊ എല്ലാവരും സെറ്റ് മുണ്ടും സാരിയൊക്കെ ഉടുക്കാൻ വേണ്ടിയിട്ട് ത്രില്ലടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നല്ല രീതിയിൽ സെറ്റ് മുണ്ട് ഉടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഉടുക്കുന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉടുക്കുന്നതെന്ന് നോക്കാം. ഈ ഇറക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, ഇറക്കമുള്ള ഭാഗമാണ് നമ്മൾ മുണ്ടായിട്ട് ഉടുക്കുന്നത്. ഇറക്കയില്ലാത്ത ഇതാണ് നമ്മൾ മുകളിലായിട്ട് ഉടുക്കുന്നത്. പിന്നെ വേറെ രീതിയിലും നമുക്ക് പറയാം, നീളം കുറവും വീതി കൂടുതലുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ മുണ്ടായിട്ട് ഉടുക്കുന്നത്. പിന്നെ നീളം കൂടുതലും വീതി കുറവായിട്ടുള്ള ഭാഗമാണ് നമ്മൾ മേളിലായിട്ട് ഉടുക്കുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അണ്ടർസ്കേർട്ട് ഉണ്ടല്ലോ, അണ്ടർസ്കേർട്ട് ഇടുമ്പോൾ എപ്പോഴും റൈറ്റ് സൈഡിലായിട്ട് കെട്ടാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേളിൽ വരുന്ന ഭാഗം ഇവിടെ ഇങ്ങനെ കവർ ചെയ്തു പോകും. അതാണ് റൈറ്റ് സൈഡിൽ കെട്ടാനായിട്ട് ഞാൻ പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു കെട്ടിന്റെ ഷെയ്ഡ് അവിടെ വരും. അപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിൽ കെട്ടാൻ ഇഷ്ടമുള്ളവർ അവിടെ കെട്ടാട്ടോ. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പൊ നമുക്ക് മുണ്ടെടുക്കാം. മുണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സാരീസ് ആണ് ഉടുക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലാണല്ലേ ടക്കിൻ ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വേണം ടക്കിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ റൗണ്ട് അപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഷെയ്ഡ് ഇവിടെ നല്ല രീതിയിൽ വരും. നോക്കിക്കേ, നല്ല രീതിയിൽ ഈ ഒരു ഷെയ്ഡ് ഇവിടെ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അധികം ഷെയ്ഡൊന്നും അടിക്കത്തില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടക്കിൻ ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, എല്ലാ ഭാഗവും ടക്കിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ ഒരു ഭാഗം, ഈ കസവിന്റെ ഭാഗം വരേണ്ടത് കറക്റ്റ് സെന്റർ ആണ്. അപ്പോൾ സെന്റർ വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ സെന്ററിലാക്കി പിടിച്ച ശേഷം ഈ ഒരു അൺവാണ്ടഡ് പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ടക്കിൻ ചെയ്താൽ വൃത്തികേടായിട്ടിരിക്കും. അപ്പൊ ഈ അൺവാണ്ടഡ് പോർഷൻ എന്ത് ചെയ്യണം, ബാക്ക് സൈഡിലേക്ക്, കസവിന്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഉണ്ടോ അത്രയും നിങ്ങൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ വെക്കുന്ന നോക്കിക്കോ. ഇങ്ങനെ എനിക്ക് കുറച്ചേ വരുന്നുള്ളൂ, അപ്പൊ ഞാൻ കുറച്ച് ഫോൾഡ് ചെയ്യുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ നേരെ വരുന്നുണ്ട്, കണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ അതും ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ സെന്ററിൽ വരും. അതാണ് സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ ഭംഗി വരുന്നത്. ഇനി നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിടിച്ച ശേഷം ടക്കിൻ ചെയ്യാട്ടോ. നല്ല നീറ്റായിട്ട് വേണം കേട്ടോ ടക്കിൻ ചെയ്യാൻ. എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നീറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പോരോന്നൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി. ഒരു പിന്നെടുത്തിട്ട് അകത്ത് ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇത് ഇങ്ങോട്ടേക്ക് പോരോന്ന് ചിലർക്ക് പേടിയുണ്ടാവും. അപ്പോ എന്ത് ചെയ്യാ, ചെറുതായിട്ടൊന്ന് പിൻ കുത്തി കൊടുക്കുക. 3 സൈഡിലും ചെറുതായിട്ടൊന്ന് പിൻ കുത്തി കൊടുക്കുക. ഇനി സെന്ററിൽ പിന്നെ ഏറ്റവും അവസാനം ഇവിടെയും കൂടി കുത്തി കൊടുക്കാം. അപ്പൊ നമ്മൾ 3 സൈഡിലും പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്കൊന്നും പോരത്തില്ല. നമ്മൾ നടന്നാലും ഈ ഒരു ഭാഗം പുറത്തേക്കൊന്നും പോരത്തില്ല. അപ്പൊ നല്ല നീറ്റായിട്ട് ഇപ്പൊ ഇരിപ്പുണ്ട്. നമുക്ക് മേളിലത്തെ ഭാഗം കൂടെ ഒന്ന് ഡ്രൈപ്പ് ചെയ്യാം. നമ്മൾ മേളിലത്തെ ഭാഗം വേഷ്ടിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് തന്നെ നമുക്ക് പ്ലീറ്റ് എടുത്ത് വെക്കണം. അപ്പൊ നിങ്ങൾ ഏതാ നല്ല ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് നല്ല ഭാഗം വരുന്നത്. അത് ഫ്രണ്ടിൽ കാണത്തക്ക രീതി വെച്ച ശേഷം
എപ്പോഴും കാണുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ കാണുന്ന ഭാഗം കുറച്ച് വീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, കുറച്ച് വീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കാണുന്ന ഭാഗം കുറച്ച് വീതിയിൽ എടുക്കുക. ബാക്കി എല്ലാ പ്ലീറ്റ്സും കുറച്ച് ചെറുതാക്കി എടുക്കാം. ഓക്കെ, കാണുന്ന ഭാഗം എപ്പോഴും നമ്മൾ കുറച്ച് വലുതാക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് പിൻ ചെയ്യാം. അതെ, പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ആവശ്യത്തിനൊരു നീളം എടുക്കുക. ദെൻ നോക്കുക ഇവിടെ അറ്റമൊക്കെ കറക്റ്റ് ആണോ വരുന്നതെന്നുള്ളത് നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ പിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ കറക്റ്റ് ഈ ഒരു കസവ് ഇവിടെ കറക്റ്റ് വരണം. അതുപോലെ തന്നെ ബാക്ക് സൈഡില് വി ഷേപ്പും കറക്റ്റ് ആയിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ പിൻ ചെയ്യാം കേട്ടോ. ഞാൻ കുത്തിയിട്ടുണ്ട്. ദെൻ നമുക്കിതൊന്ന് കറക്റ്റ് ഇതാ കസവ് നമ്മുടെ ഹിപ്പിന്റെ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഭംഗി. ഇങ്ങനെ ഇറങ്ങിയിരുന്നാലും അലമ്പായിരിക്കും. ഇപ്പൊ കറക്റ്റ് ഒരു ഭംഗിക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ചെസ്റ്റ് പ്ലീറ്റ്സ് നല്ല ഭംഗിയിൽ കറക്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നല്ല ഭംഗിയിൽ ചെസ്റ്റ് പ്ലീറ്റ്സ് കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ദെൻ നമ്മളിവിടെ പിൻ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു സംഭവം കൂടി മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റ് മുണ്ടിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. 2 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു സെറ്റ് മുണ്ടും ഡ്രേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.